ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഡിജിറ്റൽ മല്ലു. എൻ്റെ പേര് അഖിൽ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് എക്സാം ഇല്ലാതെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് എക്സാം ഇല്ലാതെ എയർപോർട്ടിൽ പുതിയ അവസരങ്ങൾ വന്നിരിക്കുകയാണ്. എയർ ഇന്ത്യ എയർപോർട്ട് സർവീസസിന്റെ കീഴിലാണ് നിങ്ങൾക്ക് വേക്കൻസി വന്നിരിക്കുന്നത്. ഇവിടെ നിലവിൽ 3 പോസ്റ്റുകൾക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. മെയിൽ ഫീമെയിൽ 2 പേർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ബെസ്റ്റ് പാർട്ട് എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സാം ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. ഇവിടെ നിങ്ങൾക്ക് 10 പാസ്സായവർക്കും +2 പാസ്സായവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വേക്കൻസിയാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഇവിടെ AIASL എയർ ഇന്ത്യ എയർപോർട്ട് സർവീസസിന്റെ കീഴിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ വേക്കൻസി വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് 3 പോസ്റ്റുകളുണ്ട്. അതിൽ 10 പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാവുന്നത് ഹാൻഡിമാൻ ഹാൻഡി വുമൺ എന്ന് പറഞ്ഞ പോസ്റ്റിനാണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആണ്. ഈ ഹാൻഡിമാൻ ഹാൻഡി വുമൺ പോസ്റ്റിന് 200 പ്ലസ് വേക്കൻസികളുണ്ട്. ഇതിന്റെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ വെച്ച് തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതെന്നും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നതെന്നും ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. കൂടാതെ മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് എത്തുന്ന വ്യക്തികളാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ടെലഗ്രാം ചാനൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയാൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതാണ് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 3 പോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. റാം സർവീസ് എക്സിക്യൂട്ടീവും റാം ഡ്രൈവറും നമ്മൾ കൊച്ചിയിൽ തന്നെയാണ് വരുന്നതും. ഒക്കെ ഇതിൽ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. 5/10/2024 എത്ര ഡേറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ 3ാമത്തെ പോസ്റ്റ് വരുന്ന ഹാൻഡിമാൻ ഹാൻഡി വുമൺ എന്ന് പറഞ്ഞ പോസ്റ്റാണ്. 201 വേക്കൻസികളുണ്ട്. നിങ്ങൾ അത് നോട്ട് ചെയ്യുക. ഓക്കെ, അതിൻ്റെ ഡേറ്റ് വരുന്നത് 7/10/2024 സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഓൺ ദ മെയിൻ സെൻട്രൽ റോഡ് MC റോഡാണ്, അങ്കമാലിയാണ്, കാലടി. അവിടെ നിങ്ങൾ ഇന്ന ടൈമിന് എത്തുക. ഓക്കെ, നിങ്ങൾക്ക് കോൺട്രാക്ട് പോസ്റ്റാണ് വരുന്നത്. നിങ്ങൾക്ക് 3 വർഷത്തെ കോൺട്രാക്റ്റ് ആണ്. അത് കഴിഞ്ഞ് നിങ്ങളെ റിന്യൂ ചെയ്ത് കൊണ്ടുപോകും. നിങ്ങളുടെ പെർഫോമൻസ് ബേസ് ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. റാം സർവീസ് എക്സിക്യൂട്ടീവിൻ്റെ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. റാംപ് ഡ്രൈവറിൻ്റെ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഹാൻഡിമാനും ഹാൻഡി വുമണിൻ്റെ ഹാൻഡി വുമണിൻ്റെയും ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അത് 10 പാസ്സാണ്. മിനിമം നിങ്ങൾ ഏതൊരു 10 പാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇംഗ്ലീഷും ഹിന്ദിയും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതിയാകും. ലോക്കൽ ലാംഗ്വേജ് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. റിലാക്സേഷൻ ഉണ്ട്. ജനറൽ കാറ്റഗറിക്ക് 28 വയസ്സും ബാക്കി OBCയും SC/STക്കും റിലാക്സേഷൻ ഉണ്ട്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. ഞാൻ ടെലഗ്രാമിൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങളിവിടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഡയറക്റ്റ് ആണ്, നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. നിങ്ങൾ ഡയറക്റ്റ് പോയാൽ മതി. ഓക്കെ, ഇവിടെ നിങ്ങളുടെ സാലറിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ സാലറിയുടെ കാര്യം പറഞ്ഞാൽ റാം സർവീസ് എക്സിക്യൂട്ടീവിന് 24,960 രൂപയും റാം ഡ്രൈവർക്ക് 21,270 ഹാൻഡിമാനും ഹാൻഡി വുമണിനും 18,840 വന്നിരിക്കുന്നത്. റിലാക്സേഷൻ്റെ കാര്യം പറഞ്ഞാൽ ഏജ് റിലാക്സേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ സമയത്ത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുക. ആ സമയത്ത് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷന് കിട്ടത്തുള്ളൂ. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പറഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷന് കൊടുത്തിരിക്കുന്ന ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന ഈ ഫോം നിങ്ങൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യണം. ഇതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. നിങ്ങളുടെ ഒറിജിനൽ ID പ്രൂഫ് കൊണ്ടുപോകണം. നിങ്ങൾക്ക് 4 പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. ഏജ് റിലാക്സേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. ഇതിൻ്റെ എല്ലാം ഒറിജിനൽ സർട്ടിഫിക്കറ്റും കോപ്പിയും കൊണ്ടുപോകണം. പിന്നെ +2 ഡിഗ്രിയോ നിങ്ങൾക്ക് അതർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ കോപ്പിയും ഒറിജിനലും നിങ്ങൾ കൊണ്ടുപോവുക. അത് നിങ്ങൾക്ക് ഒരു പ്ലസ് ആയിരിക്കും. കൂടാതെ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്ത ശേഷം ഒരു 500 രൂപയുടെ ഡ്രാഫ്റ്റ് എടുക്കണം. നിങ്ങൾ ബാങ്കിൽ പോയി 500 രൂപയുടെ ഡ്രാഫ്റ്റ് എടുക്കണം. എയർപോർട്ട് സർവീസസ് ലിമിറ്റഡിൻ്റെ പേരിൽ നിങ്ങളൊരു 500 രൂപയുടെ ഡ്രാഫ്റ്റ് എടുത്ത ശേഷം ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുത്ത ശേഷം അതും കൊണ്ടാണ് നിങ്ങൾക്ക് പോകേണ്ടത്. ഇന്നത്തെ ഈ ജോലി നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും ഇവിടെ എങ്ങനെയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വരുന്നതെന്നും
ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ നിങ്ങൾ നമ്മളെ കേരളത്തിൽ വെച്ചാണ് ഇത് ഇൻ്റർവ്യൂ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് പോയി നോക്കുക, ഒരവസരവും പാഴാക്കാതിരിക്കുക. ഇതുപോലുള്ള ഒരുപാട് ജോലീസ്, വർക്ക് ഫ്രം ഹോം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസും അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലീസും അല്ലെങ്കിൽ എക്സാം ഇല്ലാതെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ജോലികളും അല്ലെങ്കിൽ ഒരുപാട് ജോലീസ് ഇനിയും എൻ്റെ ചാനൽ വരുന്നുണ്ട്. ഇതുപോലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനായി എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.